അത് ഞാൻ എൻ്റെ മോൾക്ക് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ അത്ര സ്പെഷ്യാലിറ്റി, എല്ലാവരും ചെയ്യണതല്ലേന്ന്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാനിത് ഒരു വർഷം 8 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതായത് ഒരുപാട് എന്താ പറയുക ബാറ്റിൽസ്, ഒരുപാട് സൈലൻറ്റ് പ്രേയേഴ്സ് എല്ലാം കഴിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. അതായത് എൻ്റെ ഈ റൈറ്റ് ഹാൻഡ് റിയോകറൻസ് വന്നപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് തളർന്നു പോയതാണ്. അത് ബ്ലഡ് ക്ലോട്ടൊക്കെ വന്നിട്ട് അത് ശരിയായിട്ട് ഇപ്പോഴും ചെറിയ സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഓൾറെഡി 2019 ഒരു എന്താ പറയുക 17 ലിംഫ് നോട്ട്സ് എടുത്തിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞു. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഇവിടെ തളർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം ഇവിടെ തീർന്നു പോയി, ഇനി മുന്നോട്ട് എനിക്ക് ജീവിതമില്ല. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അതൊന്ന് ശരിയാക്കി എടുക്കാനും ഒരുപാട് പാടായിരുന്നു. ദൈവം സഹായിച്ചല്ലെങ്കിൽ എൻ്റെ ഡോക്ടർമാരും എൻ്റെ കൂടെ നിന്നവരെല്ലാം കട്ടയ്ക്ക് നിന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ എത്തിപ്പെടാൻ പറ്റിയത്. ഇന്ന് വീണ്ടും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. ഈ എന്താ പറയുക യുദ്ധം ചെയ്ത കൈകൾ കൊണ്ടും മനസ്സ് നിറയെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നങ്ങൾ മനസ്സിൽ നിറയെ ഉള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ വീണ് പോവാതെ ഇവിടം വരെയൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്കതൊരു ചെറിയ കാര്യമായിരിക്കും, പക്ഷേ എനിക്കതൊരു വലിയ കാര്യമാണ്. കാരണം എനിക്ക് എൻ്റെ കൈകൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മിക്ക മനുഷ്യരും ഇങ്ങനെയൊക്കെ ആവും അല്ലേ. പുറമേ നോക്കുമ്പോൾ നിങ്ങളെൻ്റെ റീൽസും ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ആർക്കും അങ്ങനെ അറിയണ്ടാവില്ല. എന്നെ അടുത്തറിയുന്നവർക്കല്ലാണ്ട് ഞാൻ പറയാതെ ആർക്കും അറിയണ്ടാവില്ല എൻ്റെ സിറ്റുവേഷൻ. എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടത്തിലുള്ള ഓരോരുത്തരും ഇങ്ങനെയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ നോവുകളുടെ കുഞ്ഞു കുഞ്ഞ് കൂടാരങ്ങളായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ. അപ്പോൾ എന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കാറുണ്ട്. ഞാൻ എന്ത് പറയുമ്പോഴും മാറ്റർ ഓഫ് ടൈം പറഞ്ഞിട്ട് എന്നെ അങ്ങനെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. മാറ്റർ ഓഫ് ടൈം വന്നുല്ലോ പറഞ്ഞിട്ടൊക്കെ. പക്ഷേ സത്യമാണത്. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇവിടെ എത്തിച്ചേരണം എന്ന് നമ്മൾ അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദൈവവും കൂടെ കുറച്ച് എന്താ പറയുന്നത് പ്രയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഡിസിൻ എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ലെഫ്റ്റ് സൈഡ് മുഴുവൻ സ്പ്രെഡായിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്നെക്കൊണ്ടാവുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവർക്കും പേഷ്യൻസ് ആണെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലേ. 1-2 ഓർഗാനിക് ആയിരിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും തിരിച്ചു വരാൻ പറ്റും. കാരണം എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡ് മൊത്തം സ്പ്രെഡായിട്ട് എനിക്ക് ഇവിടം വരെ എത്തിച്ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും.